ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഒന്ന് പാല വരെ വന്നതാണ്. പാല പുളിമൂട്ടിൽ സിൽക്ക് വരെ കല്യാണമുണ്ട്. അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ചുരിദാർ മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചോദിക്കാറില്ല, എല്ലാം അടിപൊളിയാന്നൊക്കെ. ഞാൻ പുളിമൂട്ടിൽ സിൽക്കിൽ നിന്ന് മുറിച്ചെടുക്കാറാണ് പതിവ്. പിന്നെ അവിടെ നിന്ന് സെറ്റും എടുക്കും. കൂടുതലും ഞാനിങ്ങനെ മുറിച്ചെടുത്ത് ഷോളും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇഷ്ടം പോലെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് മെറ്റീരിയൽ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ കണ്ടപ്പോൾ ചേച്ചിമാർ പറയുവാണ് അടിപൊളിയാണെന്ന്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് മുറിച്ചുകൊണ്ട് പോയ മെറ്റീരിയലാണ്. അവർ പറയുക അതിൻ്റെ ഷോളാണ് ഏറ്റവും അടിപൊളിയെന്ന്. ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഇപ്പം കൺഫ്യൂഷനായ ഏതെടുക്കണമെന്നുള്ളത്. ഓണമായതുകൊണ്ട് കൂടുതലും ഓഫ് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉള്ളത് മുഴുവനും ഓഫ് വൈറ്റാണ്. ഓഫ് വൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കളർ കാണരുത് ചേച്ചി എന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാവരും പുളിമൂട്ടിൽ സിൽക്കിൽ വന്ന് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിങ്ക് ബ്ലൗസത്തിന് ശേഷം ഇപ്പോഴത്തെ ട്രെൻഡായ മദ്രാസ് ചെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് കണ്ടോ, ഇതിൻ്റെ പല ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഈ 2 ഷെയ്ഡ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. എന്തെല്ലാം പേരുകളല്ലേ ഇറക്കുമതി ചെയ്യുന്നത്. ഞാനൊരു 5-6 മെറ്റീരിയൽ മുറിച്ചേതാന്ന് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാലായ. സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതിയേ. ഞാൻ പിന്നെ സെറ്റും കൂടെ നോക്കാമെന്ന് ഓർത്ത്. എനിക്ക് കല്യാണത്തിന് ഇടാനായതുകൊണ്ട് നല്ല അടിപൊളി സെറ്റ് ഉണ്ടെങ്കിൽ 2-3 സെറ്റും കൂടെ എടുക്കണമായിരുന്നേ. അങ്ങനെ സെറ്റ് നോക്കിയപ്പം എൻ്റെ കയ്യിലുള്ള സെറ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ 2 സെറ്റേ എടുത്തുള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ വന്ന് ബനാറസിയും മൊഡാലും ഒക്കെ എടുത്തുകൊണ്ട് പോയേ. 4000 രൂപ കൊടുത്ത് ഞാനെടുത്ത മൊഡാൽ 2 എണ്ണം ഒറിജിനൽ മൊഡാലായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോട്ടൻ്റെ അത്രയും പറ്റിയാലായേ. ഇത് കണ്ടോ, ഈ പിങ്ക്, ഇതൊക്കെ ഇച്ചിരി റേറ്റ് കൂടിയ ഐറ്റമാണ്. ഞാൻ ആദ്യം കാണിച്ചതെല്ലാം 175, 150, അങ്ങനെ 200-ൻ്റെ താഴെ ഉള്ളതൊക്കെയായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതൊക്കെ ഇച്ചിരി റേറ്റ് കൂടിയതാണ്. ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്? ഈ പിസ്ത പച്ചയാണോ, ഈ മെറൂൺ ആണോ, ഈ പിങ്ക് ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. സൂപ്പർ. എനിക്ക് കല്യാണത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഇച്ചിരി റേറ്റ് കൂടിയത് മുറിക്കുവാണ്. ഇതൊക്കെ 1500, 1800 രൂപ റേറ്റ് വരുന്നതാണ് മീറ്ററിന്. 950 അതുപോലെയാണ് തുടങ്ങുന്നത്. എൻ്റെ കയ്യിരിക്കുന്ന ഈ പിസ്ത പച്ചയും ഈ മെറൂണും ഈ പിങ്കൊക്കെ 1500 റേറ്റ് വരുന്ന ഒരു മീറ്ററിന്. ഇതിലേതാ അടിപൊളി എന്ന് പറയണേ? ഈ ബേബി പിങ്ക് ആണോ, ഈ പിസ്ത ഗ്രീൻ ആണോ, അതോ ഈ മെറൂൺ ആണോ, അതോ ഈ ബ്ലൂ ആണോ എന്ന് നിങ്ങൾ പറയുന്ന വേണം എനിക്ക് മുറിച്ചെടുക്കാൻ. പെട്ടെന്ന് എല്ലാവരും കമൻ്റ് ഇടണേ. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഈ മെറൂൺ ആണ്. അതാ ഞാൻ പിന്നെ മെറൂണിൽ തന്നെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഞാൻ ചേച്ചിമാരോട് ചോദിച്ചു ഇതിലേതാ ചേച്ചി സൂപ്പർ, എനിക്കതാ ചേരുന്നതെന്ന്. അപ്പം ആ ചേച്ചിമാർ പറഞ്ഞ എല്ലാം അടിപൊളിയാന്ന് പറഞ്ഞേ. എന്നാലും ഏറ്റവും അടിപൊളി ഏതാന്ന് ഞാൻ ചോദിച്ചേ. പക്ഷേ അങ്ങനെ പറയാൻ പറ്റുന്നില്ലെന്നാണ് ചേച്ചിമാർ പറയുന്നത്. നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് വേണം എനിക്കെടുക്കാൻ. എന്നാലും ഞാൻ പിന്നെയും എങ്ങനെ പോയാലും മെറൂണിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് നിൽക്കാതെ അതിൽ 2ഉം അങ്ങ് മുറിച്ചേച്ച്. പിന്നെ വേറെ കുറച്ച് ഐറ്റം വാങ്ങാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. പിന്നെ ബില്ലൊക്കെ അടിക്കാൻ കൊടുത്തു, ബില്ലടിച്ചു, ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. പിന്നെ ആ മുറിച്ച മെറ്റീരിയലിന് അതേ കളർ ലൈനിങ് കിട്ടിയില്ലായേ. അതുകൊണ്ട് ഞാൻ ഇരട്ടുപേട്ട പരാഗിൽ പോയി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നേ. ഇവിടെ കളറിനൊരു മാറ്റമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, ഞങ്ങളുടെ പരാഗിൽ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പരാഗിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോവുകയാണ്. ഈരാറ്റുപേട്ടയിൽ പോയി പരാഗിൽ പോകുന്ന വീഡിയോ ഒക്കെ അടുത്തൊരു ബ്ലോഗായിട്ട് കാണിക്കാവേ.